17-ാം തീയതി നാളെ നടക്കുന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 4ാം T20യെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ടോസ് നേടിയ ടീം ബാറ്റിംഗ് അല്ലെങ്കിൽ ബൗളിംഗ് ഇപ്പൊ ഏതാണെങ്കിലും ആ ഒരു പിച്ചിനെ സംബന്ധിച്ചോളം വലിയൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. കാരണം അതൊരു ബാറ്റിംഗ് പിച്ചായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷേ എങ്കിലും ടോസ് കിട്ടിയ ടീം ബൗളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ഡ്യൂ ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഈ പിച്ചിലും അതുപോലെ ഗ്രൗണ്ടിലും ഒക്കെ ഉള്ള മോയ്സ്ചർ, നനവ് രണ്ടാമത് ബോൾ ചെയ്യുന്ന ടീമിലെ ബൗളേഴ്സിന് പ്രത്യേകിച്ചും സ്പിന്നർമാർക്ക് ആ ബോൾ ഗ്രിപ്പ് ചെയ്യാനുള്ള സാധ്യത അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടോസ് വലിയ നിർണായക ഘടകമായില്ലെങ്കിൽ കൂടി പ്രത്യേകിച്ചും ഇന്ത്യൻ പിച്ചുകളിൽ ഡിസംബറിലൊക്കെ T20 മത്സരങ്ങളിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ടോസ് നേടിയ ടീം അല്ലെങ്കിൽ ക്യാപ്റ്റൻ ബൗളിംഗ് സെലക്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നാളെ ടോസ് നേടിയാൽ ബൗളിംഗ് ആയിരിക്കും തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ബാറ്റിംഗ് ആണെങ്കിലും ഒരു ഉയർന്ന സ്കോർ നേടിക്കഴിഞ്ഞാൽ, ബാറ്റിങ്ങിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഒരു ഉയർന്ന സ്കോർ നേടിക്കഴിഞ്ഞാൽ ഒരു നല്ല കോൺഫിഡൻസ് ആണ് പിന്നീട് ബൗൾ ചെയ്യാൻ വരുന്നവർക്ക് പൊതുവെ ഒരു കോൺഫിഡൻസ് കിട്ടും. രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഇത്ര സ്കോർ മാത്രം ആ ഒരു നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു 170 ആണെങ്കിൽ അതിനനുസരിച്ച് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരു ഗുണം തന്നെയാണ്. എങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ത്യക്ക് ഇപ്പോൾ കൺസിസ്റ്റൻസ് ആയിട്ട് 2 ടോസ് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ നോക്കാം എന്തൊക്കെയാണെന്ന്. എല്ലാവരും കളിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ കളി ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് 3-1 ഇന്ത്യക്ക് ഈ ഒരു സീരീസ് നേടാൻ കഴിയും.